കൂട്ടുവാർത്തയിലേക്ക് സ്വാഗതം. 15 വർഷത്തെ കൂട്ടായ്മയുടെ വിജയം. 15 വർഷമൊക്കെ ഒരുമിച്ച് സമ്മതിക്കണം. എന്താ പരിപാടി? ഭാര്യയുമായി 15 വർഷം. അങ്ങനെയൊക്കെ സംഭവിച്ചു. എങ്ങനെ സഹിച്ചു? സോറി, എങ്ങനെ സാധിച്ചു? അനുസരണം, മറക്കുക, പൊറുക്കുക. നിങ്ങൾ ഇവരെ കണ്ടുപഠിക്കണം. ലക്ഷത്തിലൊന്നേ കാണുള്ളൂ. കാലത്തെ എന്റെ ഒരു ചായ നിർബന്ധമാണോ? അത് നിർബന്ധമാണ്. ഭാഗ്യവൻ കെട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കെട്ടണം. ശരിക്കും 15 വർഷത്തിലക്ക് തല്ലുടിച്ചിട്ടില്ല. നുള്ളി പോലും നോയിച്ചിട്ടില്ല. അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല. ആര്? ഞാൻ. ഈ സൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കണം. അതിന് 1-2 ടിപ്സ് പറഞ്ഞു കൊടുക്കാമോ? വേണോ? കേരളത്തിലെ ഭർത്താക്കന്മാരൊന്ന് അറിഞ്ഞോട്ടെ. കുടുംബത്തിലെ ജോലി അത് ഭർത്താക്കന്മാർക്ക്, സോറി ഭാര്യമാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. പിന്നെ നമ്മൾ സഹായിക്കണം. എങ്ങനെ? തുണി അലക്കുമ്പോ വെള്ളം കൊടുക്കുക. ജ്യൂസ് ഓർ കൂൾ ഡ്രിങ്ക്സ്? പച്ചവെള്ളം. അത് മോശമായി പോയി. അതെന്താ? അലക്കി ക്ഷീണിച്ച ഭാര്യക്ക് ഒരു ചായെങ്കിലും കൊടുക്കായിരുന്നു. തുണി അലക്കാനുള്ള വെള്ളം ബക്കറ്റിലായി കൊടുക്കണമെന്നാ പറഞ്ഞത്. സോറി, ഒരു അബദ്ധം. ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ കഴുകി വെക്കുക. സ്വന്തം പാത്രം നോ, അവളുടെയും അപ്പൊ ഒരു ബഹുമാനം ഉണ്ടാവും. ഉണ്ടാവും. തറ തുടക്കുമ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് മോശമായി പോയി. അതെന്താ? തറ തുടച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ വെള്ളം ഒടിച്ച് കിടക്കണ ശരിയാണോ? വെള്ളം എടുത്തു കൊടുക്കണോന്ന്. ഭാര്യ മദ്യപിക്കോ? ഇടക്കൊക്കെ. എങ്ങനെ അറിയാ? വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. സോഡ തുടക്കാനുള്ള വെള്ളം എടുത്തു കൊടുക്കണോന്ന്. വീണ്ടും തെറ്റിദ്ധാരണ. അയ്യോ, അവള് തന്നെ. അതിനെന്താ? പാത്രം കഴുകിയിട്ടില്ല. എന്താ പരിപാടി? ആറാർ തട്ടിക്കൂട്ട് വാർത്തകൾ. അതിന് അല്ല, നിങ്ങളുടെ 15 വർഷത്തെ ദാമ്പത്യം. അങ്ങനെയൊക്കെ പോണ്. ആന്തോ ഒരു തൃപ്തി ഇല്ലല്ല. 15 വർഷം ആയിട്ടല്ലേ ഉള്ളൂ. പൂരെ അതെന്താ? ഇപ്പൊ കെട്ടണവര് 1 മാസം തേക്കാറില്ല. അനുസരണമുള്ള ഭർത്താവാണെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും. മനസ്സിലായില്ല. എനിക്ക് കാലത്ത് എന്റെ ഒരു ചായ വേണം. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. മുടക്കിയിട്ടില്ലല്ല. അലക്കാനുള്ളത് ഇട്ടില്ലേ? നാറ്റിച്ച്. വെള്ളം കൊണ്ടേ കൊടുത്തെന്ന് പറയണത്. വെള്ളം കൊണ്ടുപോയിട്ട് അലക്കൂന്നാ പറഞ്ഞേ. അപ്പൊ ഭക്ഷണം കുറ്റം പറയാൻ പറ്റൂല. ഉഗ്ര ഫുഡാണ്. പാത്രം ഞാൻ പറഞ്ഞില്ലേ അവള് കഴിച്ചു കഴിയുമ്പോ ഞാൻ തന്നെ കഴിയോക്കണേന്ന്. എന്നാലും വഴക്കിടാത്ത ഒരു അത്ഭുതമാണ്. അവസരം തരണില്ലല്ലോ. അതെന്താ? 2 പറയാന്ന് വെച്ചാ വാലടച്ചാത്തിരിക്കും. പേടിച്ചിട്ടല്ല, പിന്നെ കുടുംബ സമാധാനത്തിന് വേണ്ടി. നിങ്ങൾ സന്തോഷത്തോടെ 50 വർഷം ജീവിക്കണം. ഇതിലും ഭേദം എന്നെ കൊല്ലണായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞെങ്കിൽ തുണി പിടിച്ചിടാനുണ്ട്. ആര്? ഞാൻ തന്നെ പോണം. വാർത്ത കിട്ടി. അല്ലടി ഇന്നൊരു തലക്കെട്ട് വേണ്ടേ? ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള 10 കൽപ്പനകൾ.